ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കുറേ മുമ്പ് ചെയ്ത വീഡിയോ ആണ് ഇത്. മഴ പെയ്ത് വെള്ളം നിറഞ്ഞപ്പോൾ പാടം ഉഴുതുമറിക്കുന്നതും തൊട്ടപ്പുറത്ത് നെല്ല് വിത്തിട്ട് നെല്ല് പാകുന്നതും അതിനുശേഷം ഒരു കൂട്ടം ബംഗാളികൾക്ക് കരാറ് കൊടുത്ത് ഞാറ് പറിക്കുകയും നടുകയും ചെയ്തു. പിന്നീട് ഞാറുകളെല്ലാം വലുതായി വരാൻ തുടങ്ങി. അപ്പോൾ നമ്മളുടെ വാസുവേട്ടൻ വന്നിട്ടാണ് അതിൽ വരുന്ന തുരപ്പന്മാരെ ഓടിക്കാൻ വേണ്ടി മരുന്നെല്ലാം അടിച്ചത്. അങ്ങനെ ഞാറെല്ലാം പച്ച പിടിച്ച് പൊന്തി കേട്ടോ. അതിനുശേഷം കാണാൻ നല്ല ഭംഗിയായിരുന്നു. പാടവരമ്പിലൂടെ നടക്കുമ്പോൾ ഈ കേൾക്കുന്ന ശബ്ദമെല്ലാം ആസ്വദിച്ചു നടന്നു. നെല്ലെല്ലാം കതിരിട്ട് പാടമെല്ലാം ഉണങ്ങി ഈ പരുവത്തിലായിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഇത് കൊയ്യുന്ന ജോലിയാണ് ഉള്ളത്. കൊയ്ത് നെല്ലാക്കി മാറ്റുന്നത് വലിയൊരു ജോലി തന്നെയാണ്. പണ്ടെല്ലാം നാട്ടിലെ കർഷകരാണ് ഈ ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ അവരുടെ എണ്ണം കുറയുകയും ചെയ്തു. ബംഗാളികളായി മാറി. പിന്നെ കൊയ്യുകയും നെല്ല് വേർതിരിച്ചു തരുകയും ചെയ്യുന്ന മെഷീനുകളാണ്. അതാകുമ്പോൾ നമുക്ക് റിസ്ക് കമ്മിയാണ്. അതുകൊണ്ട് മെഷീൻ തന്നെ ഇറക്കി. ഇതാകുമ്പോൾ നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ല. നെല്ലിനെ വേർതിരിച്ചു തരികയും ചെയ്യും. പിന്നെ ഇവർക്ക് ചാർജ് മണിക്കൂറിനാണ്. പിന്നെ ഒരു ദിവസത്തെ മെനക്കേടേ ഉള്ളൂ. ഒരു ദിവസം കൊണ്ട് കൊയ്ത് നെല്ല് വേർതിരിച്ച് ഇവർ അങ്ങ് പോകും. നമുക്ക് കഷ്ടപ്പാടും തലവേദനയും കുറച്ച് കുറവുമാണ്. ഇതിങ്ങനെ കണ്ടു നിൽക്കാനും ഒരു രസമാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് വൈക്കോൽ കെട്ടാൻ വേണ്ടി വേറൊരു വണ്ടി കൂടി വരും കേട്ടോ. അവർ വന്ന് വൈക്കോലെല്ലാം കെട്ടാക്കി തരും. അത് പിന്നെ കെട്ടിനാണ് ക്യാഷ്. കൊയ്ത്തന്ത്രത്ത് കുറച്ചുകൂടി അടുത്തു നിന്നും കാണാം നമുക്ക്. കൊയ്യാൻ വരല് ടയറിൻ്റെ മെഷീനാണ്. ഇപ്പോൾ ചാട്ട മെഷീനേ കിട്ടിയുള്ളൂ. കാരണം എല്ലാം കൊയ്ത് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അധികവും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വരുന്ന വണ്ടികളാണ്. നെല്ല് മാത്രം പോരല്ലോ, വീട്ടാവശ്യത്തിന് വേണ്ട നല്ല ജൈവ പച്ചക്കറി കൃഷിയും ചെറുതായി തുടങ്ങിയിട്ടുണ്ട്. വഴുതനങ്ങ, വെണ്ട, പയറ്, ചീര, കോളിഫ്ലവർ, നല്ല അടിപൊളി പച്ചമുളക്, നല്ല നാടൻ മത്തങ്ങ, അങ്ങനെ ഒരുവിധം വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളെല്ലാം ഇവിടുന്ന് തന്നെ കിട്ടും. കടകളിൽ പോയി പച്ചക്കറി വാങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല. അതും എല്ലാം ജൈവ പച്ചക്കറി കൃഷി നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. വിഷമില്ലാതെ കഴിക്കാമല്ലോ. കടയിൽ നിന്നും വാങ്ങി വരാറുള്ള പച്ചക്കറികളേക്കാൾ എത്രയോ മടങ്ങ് ടേസ്റ്റ് അധികമാണ് ഇതിന് ഗുണവും. പച്ചക്കറി പാകം ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ ആ രുചി വ്യത്യാസം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്നാലും വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ജൈവ കൃഷി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോഴേക്കും നമ്മളുടെ നെല്ലെല്ലാം കൊയ്ത് പത്തായത്തിൽ നെല്ലും നിറച്ച് നമ്മുടെ കൊയ്ത്ത് മെഷീൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അത് നെല്ല് പുറത്തേക്ക് തള്ളുന്നത് കാണാം. ഇങ്ങനെ നെല്ല് പുറത്തേക്ക് വരുമ്പോൾ തന്നെ നെല്ലിൻ്റെ പതിരും ചപ്പുമൊക്കെ കുറേ ഒഴിഞ്ഞു കിട്ടും. എന്നാലും നമ്മൾ തന്നെ ഒന്ന് വീശേണ്ടി വരും. എൻ്റെ ജൈവ കൃഷിയും നെൽപ്പാടവും ഈ മനോഹരമായ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇനിയുള്ള ജോലി എന്ന് പറയുന്നത് വൈക്കോൽ കെട്ടലാണ്. ഇതിന് വേണ്ടി വീണ്ടും വൈക്കോൽ കെട്ടുന്ന ട്രാക്ടർ വന്നിട്ട് വേണം നമുക്ക് വൈക്കോൽ കെട്ടാൻ. അത് വരുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.